വാർത്തകളിലേക്ക് തിരിച്ചുവരാം. സോപാനം സംഗീതരത്ന പുരസ്കാരം ലതിക ടീച്ചർക്ക് സമർപ്പിച്ചു. സോപാനം സംഗീത വിദ്യാലയത്തിന്റെ 22ാമത് വാർഷികത്തോടനുബന്ധിച്ച് പ്രശസ്ത സംഗീതജ്ഞയും സിനിമാ പിന്നണി ഗായികയുമായ ലതിക ടീച്ചർക്ക് സോപാനം സംഗീതരത്ന പുരസ്കാരം സമർപ്പിച്ചു. പ്രൗഢഗംഭീരവും സംഗീത സാന്ദ്രവുമായ സദസ്സിൽ വെച്ച് പ്രശസ്ത വീണാവാദകനായ കെ അനന്തപത്മനാഭൻ പുരസ്കാര സമർപ്പണം നടത്തി. ലതിക ടീച്ചർ പാടിയ പ്രശസ്തമായ നിരവധി പാട്ടുകൾ പുരസ്കാര ജേതാവ് സംഗീത ആസ്വാദകർക്കായി ആലപിച്ചു. വിഷുപക്ഷി പോലെ കാതോട് കാതോരം തേൻ ചോരുമാമന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷുപക്ഷി പോലെ കാതോട് കാതോരം തേൻ ചോരുമാമന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷുപക്ഷി പോലെ. സോപാനം ഉണ്ണികൃഷ്ണൻ പ്രശസ്തി പത്രം സമർപ്പിച്ചു. കവി ബക്കർ മേത്തല അധ്യക്ഷത വഹിച്ച സമ്മേളനം ഡോക്ടർ ബി അരുന്ധതി ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത മൃദംഗ വിദ്വാൻ വൈപ്പിൻ സതീഷ് മുഖ്യാതിഥിയായിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ അവാർഡ് ജേതാവിനെ പൊന്നാട അണിയിച്ചു. അടുത്തതായി അവാർഡ് സമർപ്പണമാണ്. പ്രഗത്ഭനായ വീണാവാദകൻ അനന്തപത്മനാഭൻ അവർകൾ അവാർഡ് സമർപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നു. അടുത്തതായി പ്രശസ്തിപത്ര സിനിമാ സംവിധായകൻ അമ്പിളി പുരസ്കാരത്തുക സമർപ്പിച്ചു. അഡ്വക്കേറ്റ് ടി എം ശബള, തിരക്കഥാകൃത്ത് പി എസ് റഫീഖ്, സുനിൽ പഴൂപ്പറമ്പിൽ എന്നിവർ ആശംസകൾ നേർന്നു. ഗുരുവായൂർ കൃഷ്ണൻ, മൃദുൽ മുരളി, അഡ്വക്കേറ്റ് അപർണ അജയ്, മാസ്റ്റർ പ്രണവ് കൃഷ്ണ എന്നിവരെ വേദിയിൽ ആദരിച്ചു. യുവജനോത്സവങ്ങളിൽ സമ്മാനാർഹരായവരെ മൊമന്റോ നൽകി അനുമോദിച്ചു. ഡോക്ടർ കെ കേശവൻ നമ്പൂതിരി സ്വാഗതവും വി ഐ അഷ്റഫ് നന്ദിയും പറഞ്ഞു. ഇന്ന് ശ്രീമതി ലതിക അവർക്കാണ് സംഗീതരത്ന പുരസ്കാരം സമർപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും അർഹമായ കാര്യങ്ങളിലേക്കാണ് അത് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ എൻ്റെ ശിഷ്യനും കൂടിയാണ്. ഈ സ്കൂൾ ഒരു സംഗീത വിദ്യാലയം നടത്തിക്കൊണ്ടു പോകുക എന്നുള്ളത് ഏറ്റവും ദുഷ്കരമായ കാര്യമാണ്. അതും ഈ 22 വർഷം വളരെ വിജയകരമായി ഉണ്ണികൃഷ്ണൻ നടത്തിക്കൊണ്ടു പോകുന്നു എന്നുള്ളതിൽ എനിക്ക് അഭിമാനം. എൻ്റെ ശിഷ്യൻ എന്ന നിലയ്ക്ക് എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്.